ജൂലൈ 20-ന് ലോർഡ്സിൽ നേടിയ തകർപ്പൻ സെഞ്ചുറിക്ക് പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ വാർത്തകൾ തള്ളി ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ എത്തുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട രോഹിത് ശർമ്മയ്ക്ക് ഇനി ഒരിക്കലും വിരമിക്കലിന്റെ ആവശ്യമേ വാർത്തയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹേറ്റിങ്ങോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നതാണ് ആശ്വാസകരം. ആരാധകർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണെന്ന് ഒറ്റ വാക്കിൽ ഈ പ്രഖ്യാപനത്തോടെ നമുക്ക് പറയാനും സാധിക്കും. ഇതിലൂടെ തന്നെ ചിലരാണ് പെട്ടിരിക്കുന്നത്. രോഹിത്തിന്റെ വിരമിക്കൽ വാർത്ത ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ സഞ്ജുവിന്റെ ആരാധകർ. സഞ്ജുവിന്റെ ആരാധകരെ സംബന്ധിച്ച് രോഹിത്തിന്റെ നായകസ്ഥാനത്തിന് BCCI പൂർണ്ണ പിന്തുണ അറിയിച്ചത് വളരെ വിഷമമാണ്. 2027 ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ പദ്ധതികൾക്ക് ഈ തീരുമാനം വലിയ കരുത്താക്കും. മത്സരത്തിന് ശേഷമുള്ള അഭിമുഖത്തിലാണ് ഏകദിന ഫോർമാറ്റിലെ തന്റെ ഭാവി രോഹിത് വ്യക്തമാക്കുന്നത്. അടുത്ത ICC സൈക്കിളിലും ടീമിനെ നയിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ലോർഡ്സിൽ പ്രകടനം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിനും കായികക്ഷമതയ്ക്കും തെളിവായി. പ്രായത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച വിമർശകരുടെ വായടപ്പിക്കുന്നതായിരുന്നു ഈ സെഞ്ചുറി. ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റ് തന്ത്രങ്ങൾ രോഹിത് എത്രത്തോളം അനിവാര്യനാണെന്ന് ഇതിൽ തെളിയിക്കുകയും ചെയ്യുന്നു. മത്സരത്തിന് പിന്നാലെ BCCIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രസ്താവന പുറത്തിറക്കി. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത്തിന്റെ പരിചയസമ്പത്ത് ടീമിന് അത്യാവശ്യമാണെന്ന് അവർ വ്യക്തമാക്കി. രോഹിത് തുടരുന്നത് യുവതാരങ്ങൾക്ക് വരാനുള്ള മികച്ച അവസരമൊരുക്കും. ടീം സെലക്ഷൻ വ്യക്തത വരുത്താനും സന്തുലിതമായ ഒരു ടീമിനെ കെട്ടിപ്പടുക്കാനും ഇത് സെലക്ഷൻ കമ്മിറ്റിയെ സഹായിക്കും. ശുഭ്മൻ ഗില്ലിനെ പോലുള്ള യുവതാരങ്ങൾക്ക് രോഹിത്തിന്റെ സാന്നിധ്യം വലിയൊരു വഴികാട്ടിയാകും. രോഹിത് ഓപ്പണറായി തുടരുന്നത് KL രാഹുൽ, ശ്രേയസ് അയ്യർ തുടങ്ങിയ താരങ്ങളുടെ സ്ഥാനത്തെയും ബാധിക്കും. ഓപ്പണിംഗ് സ്ലോട്ട് ഉറപ്പായതോടെ ഇവർക്ക് മിഡിൽ ഓർഡറിൽ ഇടം കണ്ടെത്തുന്ന കാര്യം കടുത്ത മത്സരം നേരിടേണ്ടി വരും. ക്യാപ്റ്റൻ മികച്ച ഫോമിൽ തുടരുന്നത് ടീമിൽ സ്ഥാനക്രമങ്ങൾ വ്യക്തത നൽകുന്നു. ഇത് ബൗളിംഗ് കോമ്പറ്റീഷനുകളിൽ പരീക്ഷണം നടത്താൻ ഇന്ത്യക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകും. അടുത്ത 3 വർഷത്തിൽ ടീമിനെ കരുത്തോടെ നിലനിർത്താൻ ഈ തീരുമാനം സഹായിക്കും. ജൂലൈ 17-ന് ലോർഡ്സിൽ സെഞ്ചുറി, ബാറ്റിംഗ് ഫോം തെളിയിച്ചു. ജൂലൈ 20-ന് വാർത്താക്കുറിപ്പിൽ വിരമിക്കൽ അഭ്യൂഹങ്ങൾ അന്ത്യം. ജൂലൈ 21-ന് BCCIയുടെ സ്ഥിരീകരണം, ക്യാപ്റ്റൻ സ്ഥാനം സുരക്ഷിതമെന്നത്. രോഹിത് ശർമ്മ നായകസ്ഥാനത്ത് തുടരുന്നതോടെ തന്നെ 2027 ലോകകപ്പിലേക്കുള്ള ഇന്ത്യയുടെ പാത കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നു. വരാനിരിക്കുന്ന പരമ്പരകളിൽ ഹിറ്റ്മാന്റെ വെടിക്കെട്ട് തുടക്കങ്ങൾക്കായി ആരാധകർക്ക് കാത്തിരിക്കാം. രോഹിത്തിന്റെ ഈ തീരുമാനം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും വലിയ ആവേശം നിറയ്ക്കുന്നുണ്ട്. സിംബാബ്വെ പര്യടനവും ഏഷ്യ കപ്പും മുന്നിൽ നിൽക്കെ കിരീടങ്ങൾ നേടുക എന്നതിനാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇന്ത്യൻ ക്രിക്കറ്റിലെ രോഹിത്തിന്റെ ഇതിഹാസ തുല്യമായ യാത്ര ഇനിയും തുടരുമെന്നുള്ള സന്തോഷവും പ്രേക്ഷകർക്കെല്ലാവർക്കും ആവേശം പകരുന്നുണ്ട്.